അപ്പോൾ ഗൈസ്, ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഞാനൊരു അമൃതം പൊടീനെ കൊണ്ട് ഒരു കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വരൂ. അപ്പോൾ ഗൈസ്, ഞാൻ അമൃതം പൊടി കൊണ്ടുള്ള കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഗ്ലാസ്സിനാണ് ഒരു ഗ്ലാസ് അമൃതം പൊടി എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാനിതാ ഇതിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചേ പഞ്ചസാര എടുത്തിട്ടുള്ളൂ. അമൃതം പൊടിക്ക് മധുരമുള്ളതുകൊണ്ട് ഏലക്കയും പട്ടയെല്ലാം ഇട്ടിട്ട് പൊടിച്ചതാണ് ഞാനിത്. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. മുട്ട ചേർക്കുന്നില്ല ഗൈസ്, മുട്ട ഇല്ലാണ്ട് ആക്കുന്ന കേക്കാണ് കേട്ടോ. ഇതിൽ മുട്ട ചേർക്കുന്നില്ല ഞാൻ, പാലാണ് ചേർക്കുന്നത് കുറച്ച്. പിന്നെ സൺഫ്ലവർ ഓയിലും കുറച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. ഒരു ലേശം മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പും ചേർക്കുന്നുണ്ട്. എത്രയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ചേർക്കുന്നത്. അപ്പോൾ ഇതാ പഞ്ചസാരപ്പൊടി ഞാൻ ഇതിലേക്ക് ഇട്ടു. അപ്പോൾ എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഞാൻ ക്യാരറ്റ് ഇടുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. ഇതാ ഒരു ചെറിയൊരു ക്യാരറ്റാണ് ഞാൻ മുറിച്ച് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അത് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൽ കുറച്ച് പാലൊഴിച്ച് ഒന്ന് ഇത് മിക്സ് ചെയ്യാം. കുറച്ച് പാലൊഴിച്ച് അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. പാല് പോരെങ്കിൽ കുറച്ച് നമുക്ക് ചേർക്കാം. മധുരം ബാലൻസ് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ ഒരു നുള്ളുപ്പ്. ഒരു നുള്ളുപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ കേക്ക് ബേക്ക് ചെയ്യുന്ന പാത്രം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലാണ് ഞാൻ ബേക്ക് ചെയ്യുന്നത്. അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ തടവി വെക്കണം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഇതാണ് സൺഫ്ലവർ ഓയിൽ. കുറച്ചേ ഒഴിക്കുന്നുള്ളൂ, അധികമൊന്നും ഒഴിക്കുന്നില്ല. കുറച്ച് ഈ പാത്രത്തിൽ ഒഴിച്ചിട്ട് എല്ലാം ഒന്ന് തടവി വെക്കണം. ഇപ്പം എല്ലാം കറക്റ്റായി, നല്ല അടിപൊളിയായിട്ട്. മഴ പെയ്യുന്നുണ്ട് ഗൈസ് ഇവിടെ. ഞാനിതെല്ലാം തടവി വെക്കുന്നത്. ഞാൻ പാത്രത്തിലേക്ക് ഒഴിക്കാം. ഹലോ ഗൈസ്, അപ്പോൾ നമുക്കൊരു കേക്കിൻ്റെ മണം വേണ്ടേ. അതിന് വേണ്ടി ഞാൻ കുറച്ച് വാനില എസൻസ് ഇതിലേക്ക് വെച്ചിട്ടുന്നുണ്ട്. ലേശം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. വാനില എസൻസിനെ നമുക്ക് അതിൻ്റെ അകത്തേക്കൊന്ന് മിക്സ് ചെയ്യാം. മഴേൻ്റെ ഒച്ച കൊണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് അറിയില്ല, എനിക്ക് കേൾക്കുന്നുണ്ടോന്ന്. നല്ല മഴയാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് എടുത്തിട്ട് ഒഴിക്കട്ടെ ഗൈസ്. നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇതാ ഒഴിച്ചു.
ഇതിലേക്ക് ഒഴിച്ചു. ഇനി അതിൽ കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി അങ്ങനത്തെ എല്ലാം ചേർക്കാം. കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട്. മുന്തിരി കുറച്ചിട്ടിട്ടുണ്ട്. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ടേക്കാം. അപ്പോൾ ഒരു കേക്കിൻ്റെ ഒരു കണ്ടീഷനായില്ലേ. അത് ഇന്നതിനെ കൊണ്ടാക്കുന്നു എന്നുള്ള ഇതില്ലല്ലോ. നമുക്ക് കേക്കിനൊരു ഭംഗി വേണമല്ലോ, കാണുമ്പം തന്നെ. കേക്കാണല്ലോ ഏതായാലും. അപ്പോൾ പ്രീ ഹീറ്റ് ചെയ്ത നമ്മളെ കുക്കർ ഇവിടെ നല്ല അടിപൊളിയായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വെച്ച് കൊടുത്തൊരു സാധാരണ ഒരു 40 മിനിറ്റെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ എത്ര സമയം വരിക വേണ്ടി വരുമെന്ന് എനിക്കറിയില്ല. നോക്കി നോക്കാം ഏതായാലും. കണ്ടീഷനായിട്ടെല്ലാം ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ടിട്ട് ഓക്കെ. ഇനി ഞാൻ ഇതിൽ വെച്ചിട്ട് കാണിക്കാം. ചിലപ്പോൾ വെക്കുമ്പോൾ കാണാൻ പറ്റിയില്ലെങ്കിലും ഇതിലേക്ക് ഞാൻ താത്ത് വെക്കുന്നുണ്ട്. താത്ത് വെച്ചു. നിങ്ങൾ ഒച്ച കേട്ടില്ലേ? അതാണ് അതിൻ്റെ ഒച്ച. അതിലേക്ക് താത്ത് വെച്ചു ഞാൻ. അപ്പം നല്ല ഒച്ചയുണ്ടായി. അതിൻ്റെ മുകളിലൊരു റിങ് വെച്ചിട്ടുണ്ട്. ഞാൻ ആ റിങ്ങിലാക്കിയിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇതാ കണ്ടല്ല വെച്ചിട്ടുണ്ട്. ഇനി അടച്ചു വെക്കാം. വെയിറ്റ് വെക്കാണ്ട് നമുക്ക് അടച്ചു വെക്കാം. കുക്കറിൻ്റെ വെയിറ്റ് ഇല്ല, എന്നിട്ടാണ് അടച്ചു വെക്കുന്നത്. കഴുകി വെച്ചുകൊണ്ട് വെള്ളമുണ്ട്. വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല. വെള്ളം തുടച്ച് കളയട്ടെ. കുക്കറിൻ്റെ മൂടി ഞാൻ കഴുകിയതായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളത്തിൻ്റെ അംശമുണ്ട്. വെള്ളം ഉണ്ടാകാൻ പാടില്ലല്ലോ. വെള്ളം ഉണ്ടായാൽ പണി പാടില്ലേ. അപ്പം അടച്ചു വെച്ചു ഗൈസ്. അപ്പം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് നോക്കാം എന്തായി എന്നുള്ളത്. അപ്പോൾ ഗൈസ് ഞാൻ തുറന്ന് നോക്കട്ടെ. 42 മിനിറ്റായി. അടിപൊളിയായിട്ടാണ് ഗൈസ്. അപ്പോൾ ഓഫാക്കി നമുക്ക് കേക്ക് വാങ്ങാം. എടുക്കാനാണ് പണി. ഓക്കെ, കിട്ടി. അപ്പം ഞാനിതൊരു പ്ലേറ്റിൽ ഇട്ടിട്ട് കാണിച്ചു തരാം. ചൂടാണ് ഭയങ്കര. ഇതാ ഗൈസ്, ഞാൻ പ്ലേറ്റിലേക്ക് തട്ടിയിരിക്കുകയാണ്. അമൃതം പൊടി കൊണ്ടുള്ള എൻ്റെ കേക്ക് ഇതവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.